ഈ വീണ വിജയന്റെ പിറകെ അല്ലെങ്കിൽ വീണ റിയാസിന്റെ പിറകെ ഇപ്പോൾ അസ്കർ സാറൊക്കെ പറഞ്ഞ വീണ തൈക്കണ്ടി ഇപ്പോൾ ഒറ്റപ്പെട്ടല്ലോ, അങ്ങനെയാണ്. അപ്പോൾ അതിന് ഒരു പേരിന്റെ പരിണാമം തന്നെ നമുക്കറിയാലോ. വീണ വിജയിൽ നിന്ന് വീണ റിയാസും വീണ തൈക്കണ്ടിയിലേക്ക് അസ്കർ സാർ പറഞ്ഞതുപോലെ 2021 ജനുവരി 29 മുതൽ ഇൻകം ടാക്സും ROCയും വീണ വിജയന്റെ പിറകിലുണ്ട്. ഇതൊരു ഇലക്ഷൻ സെൻഡല്ല. അതിനുശേഷം എത്ര ഇലക്ഷൻ കഴിഞ്ഞു? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക 2021 മുതൽ ഈ തട്ടിപ്പ് കമ്പനിയുടെ പിറകിൽ ഇവിടത്തെ കോർപ്പറേറ്റ് മന്ത്രാലയവും ഇൻകം ടാക്സും ഉണ്ട്. കാരണം എന്താണ്? ഇത് തട്ടിപ്പ് കമ്പനിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ അസ്കർ സാറ് ലഘൂകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ കർത്തയുടെ കമ്പനിക്ക് മാത്രമാണെന്ന്. അല്ല സാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ സമയത്തും പിണറായി വിജയന്റെ ഓപ്പറേഷനൊക്കെ ഇടനിലക്കാരെ മുൻനിർത്തിയിട്ടുള്ളതാണ്. ഇപ്പൊ വാടിക്കൽ രാമകൃഷ്ണന്റെ വധത്തിൽ കൃത്യമായിട്ടുള്ള പ്രതിയായിരുന്നു ഈ പിണറായി വിജയൻ. അവിടെയും ഡെമ്മികളെ നൽകിക്കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ലാവിനകത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിലൊന്നും കോടതിക്കകത്ത് നിൽക്കുന്നൊരു കേസാണ്. ഇപ്പോഴും ഒരു കോടതിയും അദ്ദേഹത്തെ കുറ്റാരോപണത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മോചിപ്പിച്ചിട്ടില്ല. പിന്നെ നമ്മൾ സ്വർണ്ണക്കടത്ത് ഇദ്ദേഹം പറഞ്ഞല്ലോ, അസ്കർ സാർ ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടായെന്ന്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിനെയും അതോടൊപ്പം തന്നെ ശിവശങ്കരനെയും ബലിയാടാക്കിക്കൊണ്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഇവിടെ SFI വന്നത് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രോഡുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫ്രോഡുകളെ പിടിക്കാൻ വേണ്ടിയുള്ള അന്വേഷണ ഏജൻസി എന്ന രീതിയിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക് വേണ്ട. വീണ വിജയൻ ജയിലറയ്ക്കുള്ളിൽ പോകും, ഒരു സംശയവും വേണ്ട. അതിന്റെ പങ്ക് പറ്റിയിട്ടുള്ള ആളെന്ന രീതിയിൽ പിണറായി വിജയനും അന്വേഷണത്തെ നേരിടേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മുടെ കർത്തയുടെ കമ്പനി, നമ്മൾ KSIDCയുടെ ജനറൽ മാനേജർ ആർ രവിചന്ദ്രനാണ് സത്യത്തിൽ ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ടും പിണറായി വിജയനും ബന്ധപ്പെട്ട ഇടനിലക്കാരൻ, ഈ കർത്തയുടെ ഇടനിലക്കാരൻ ആർ രവിചന്ദ്രനാണ്. ഒരേ സമയം KSIDCയുടെ ജനറൽ മാനേജറാണ്. അതേസമയത്ത് തന്നെ കർത്തയുടെ കമ്പനിയുടെ നോമിനിയായിട്ട് അദ്ദേഹം പണം പറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലയളവ് എന്ന് പറയുന്നത് 2017 മുതൽ 2023 വരെയുള്ള കാലയളവാണ്. ഈ കാലയളവിലാണ് വീണ വിജയന് പണം കിട്ടിയിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഇതിന് അന്വേഷണം പോകുന്ന സമയത്ത് ഒരു സംശയം വേണ്ട, KSIDCയുടെ GM അടക്കം മന്ത്രിയടക്കം വ്യവസായ വകുപ്പ് മന്ത്രിയിലേക്ക് അടക്കം SFIയുടെ അന്വേഷണം വരാൻ പോവുകയാണ്. അപ്പൊ ഇതിനൊരു ലിങ്ക് ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് KSIDCക്ക് ബന്ധം പറയാ? വീണ വിജയൻ എന്ത് അടിസ്ഥാനത്തിലാണ് 1,72,00,000 രൂപ കൊടുത്തിട്ടുള്ളത്? ഇതാണ് ചോദ്യം. 22 പേജിനകത്ത് മാസപ്പടിയുടെ കണക്കാണുള്ളത് സാർ. അസ്കർ സാർ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വീണ വിജയനെ കുറ്റവിമുക്തനാക്കാനോ BJP ഒരു ഇലക്ഷൻ സ്റ്റണ്ടിന്റെ ഭാഗം BJP ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കി. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇത്തരത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന അനവധി ഫ്രോഡ് കമ്പനികളെയും തട്ടിപ്പ് കമ്പനികളെയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ എല്ലാ സമയത്തും തകർക്കുന്ന ഇത്തരം ആളുകളെ പിടിക്കാൻ പോവാണ്. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, ഈ സാധാരണ ഇവിടെ ഇദ്ദേഹം പൊതുവെ ഡെമ്മികൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കേസിനകത്തും രക്ഷപ്പെടാറ്. ഇവിടെ അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധം, തൻ്റെ മകളിലെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിക്കാനുള്ള ഇടനിലക്കാരെ മകളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തുന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ധാരണ ഒരു പക്ഷേ ഇതായിരിക്കാം. ഈ പണം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മേടിക്കുന്നത് കൊണ്ട് ഇതൊരു പ്രശ്നമാകില്ലല്ലോ എന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. കാരണം എന്താ, അദ്ദേഹത്തിന് അറിയാം RCക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, KKക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഐക്യക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഈ 19 കോടി രൂപ മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, പരിസ്ഥിതി പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ യുക്തിയിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക, സ്വാഭാവികമായിട്ട് ഇവർക്കൊക്കെ പണം കൊടുത്തത് കൊണ്ട് എൻ്റെ മകളുടെ അക്കൗണ്ടിലേക്കും പണം വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്നുള്ളൊരു സാധാരണ ഒരു അച്ഛന്റെ ചിന്ത. ആ അച്ഛന്റെ ചിന്തയാണ് സത്യത്തിൽ പിണറായി വിജയനെ ചതിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, 1,72,00,000 രൂപ വീണയ്ക്കും കൊടുക്കുന്നു, 1 കോടി രൂപ PVക്കും കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായി പിണറായി വിജയൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചത് ഒരു കർത്തയിൽ നിന്നുള്ള പണം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. അസ്കർ സാർ മനസ്സിലാക്കണം, ഈ SFIയുടെ അന്വേഷണത്തിൽ 10 വർഷത്തെ ഈ പറയുന്ന വീണ വിജയന്റെ മുഴുവൻ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വരും. അവിടെ ലാവലിൻ തെളിയും, അവിടെ ഈ പറയുന്ന AI തട്ടിപ്പ് തെളിയും, സ്വർണ്ണക്കടത്ത് തെളിയും. ഇപ്പൊ നമ്മളറിയില്ല, ഇപ്പൊ കാനഡയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി, അത് ലാവ്ലിനാണ്. അവരുടെ കണക്ഷൻ നോക്കണം. അപ്പൊ SFIയുടെ വരവോടുകൂടി പിണറായി വിജയൻ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള മുഴുവൻ തട്ടിപ്പുകളുടെയും കഥകൾ, അഴിമതി കഥകളുടെ രഹസ്യം. കാരണം അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുത്രി സ്നേഹത്താൽ സമനില നീട്ടിയ പിണറായി വിജയനാ. അപ്പൊ ഉറപ്പായിട്ട് വീണ വിജയനോടെ അതെ വീണ വിജയനിലൂടെ പിണറായി വിജയൻ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള മുഴുവൻ അഴിമതി കഥകൾക്കും അത് വീണ വിജയന്റെ അക്കൗണ്ട് മറുപടി പറയേണ്ട കാലമാണ് ഇത്. സ്വാഭാവികമായ ഒരു നീതിയാണ്. നമുക്കറിയാം എപ്പോഴും പാവപ്പെട്ടവന്റെ പണക്കാരൻ.
പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീണ വിജയന്റെ കാര്യത്തിൽ പിണറായി വിജയൻ അതൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ പുഷ്പനെ പറഞ്ഞപ്പോൾ ഈ അപമാനിക്കൽ എന്ന് അസ്കർ സാർ പറഞ്ഞു. സാർ, ഈ വീണ വിജയൻ എവിടെ പഠിച്ചത്? ഈ സ്വകാര്യ സ്വാശ്രയ കോളേജുകളിനകത്ത് സമരം SFIക്കാരെ കൊണ്ട് ചെയ്യുമ്പോൾ പുഷ്പനെ പോലെയുള്ള ഒരാളെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഉണ്ടാക്കിയപ്പോൾ സ്വന്തം മകളെ, അപ്പോ പിണറായി വിജയനെ ഈ പറയുന്ന ആദർശമൊന്നും ഉണ്ടായിരുന്നില്ല, മകളെ പഠിപ്പിച്ചത് നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന മാതാ അമൃതാനന്ദമയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്താണ് മകളെ പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കഥ നിങ്ങൾ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ പിണറായി വിജയൻ അങ്ങനെ മഹത്വവൽക്കരിക്കേണ്ട. ഇപ്പൊ നമ്മൾ 4 കൂട്ടത്തിൽ പിണറായി വിജയന് കൃത്യമായി അറിയുന്ന ആള് നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും ഷാജഹാൻ സാറാണ്. ഷാജഹാൻ സാറിന് കൃത്യമായിട്ട് പറയാലോ. എന്തിന് VS അച്യുതാനന്ദന് പോലും ഈ പറയുന്ന മഹത്വവൽക്കരിക്കപ്പെട്ട പിണറായി വിജയൻ എന്നുള്ള അഭിപ്രായമില്ലല്ലോ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇത്തരം അഴിമതികളൊക്കെ നടത്തിയിട്ട് രക്ഷപ്പെടുന്ന മന്ത്രിമാരും രാഷ്ട്രീയക്കാരുമുണ്ട്. അങ്ങനെ അതിനൊരു അടിസ്ഥാനപരമായിട്ട് ഒരാൾ മാത്രം, ഇപ്പൊ നമ്മുടെ ബാലകൃഷ്ണപിള്ള ഒഴികെ ആരാണ് സത്യത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെ അഴിമതി നടത്തിയിട്ടും ഒക്കെ ഈ പാവപ്പെട്ട ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ തലക്കിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള വ്യക്തിയുടെ തലക്കിട്ട് കൊടുത്ത് രക്ഷപ്പെടുന്ന പതിവാണുള്ളത്. ആ പതിവുകൾ ഇന്ത്യ രാജ്യത്ത് ഇല്ലാതാക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്തുണ്ട് സാർ. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഈ ബന്ധുക്കളെ ഉപയോഗിച്ചുകൊണ്ട്, ദല്ലാളന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വരേണ്ട പണം, അതുപോലെ തന്നെ കള്ളപ്പണം, ഇവയൊക്കെ വെളുപ്പിക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ് SFIയുടെ വരവ് കൂടി മനസ്സിലാക്കുക. എല്ലാ കാലത്തും ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പുറത്തൊക്കെ അങ്ങനെ. അതുകൊണ്ടല്ലോ നിങ്ങൾ നോക്കുക, ഈ അഴിമതിയുടെ ഈ പറയുന്ന രീതി തട്ടിപ്പ് നടത്തിയിട്ടുള്ള മുഴുവൻ മന്ത്രിമാരുടെയും, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയിട്ടുള്ള 10 വർഷം കൊണ്ട് നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കണ്ണികളെയും ഈ പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമായി കൊണ്ട് കേന്ദ്ര സർക്കാർ കൃത്യമായി നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിണറായി വിജയനും ഈ കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലായിരുന്നു, ഇവിടുത്തെ കോർപ്പറേറ്റ് മന്ത്രാലയവും പിണറായി വിജയന്റെ നിരീക്ഷണത്തിലായിരുന്നു. അതിൽ കൃത്യമായിട്ട് പിണറായി വിജയൻ അതിൽ തലവെച്ച് കൊടുത്തു. അത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ പറ്റില്ല. സസ്കർ സാർ, ഒരു സംശയം വേണ്ട. SFI എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഇനി ഏത് ഫേക്ക് എവിഡൻസ് ഉണ്ടാക്കിയാൽ പോലും, ഡിജിറ്റൽ ഫേക്ക് എവിഡൻസ് ഉണ്ടായാൽ പോലും അതിൽ മാത്രം ഈ ഫോറൻസിക് മേഖലയിൽ അതിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം എവിടെയുണ്ട്? ഈ മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ഈ പറയുന്ന SFIയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം എന്ന രീതിയിൽ BJPക്ക് ഒരു ഇലക്ഷൻ സീറ്റിന് വേണ്ടിയാണെന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്യാപ്സൂൾ ടൈപ്പിനകത്ത് പറയാം. അതിനപ്പുറത്ത് ഒരു സംശയം വേണ്ട. ഇത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്.